ജാസിം സാർ കമ്പനികൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്ട്രൈക്കിംഗ് സ്റ്റോറീസ് ഉണ്ടാവും നമ്മളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി? നമ്മൾ കമ്പനികൾ വിശകലനം ചെയ്യൂലേ, അപ്പോൾ കമ്പനി വിശകലനം ചെയ്യുമ്പോൾ പൊതുവെ കുട്ടികൾക്കൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടി കമ്പനികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റഡി ചെയ്യും കമ്പനികളെ കുറിച്ച്. അപ്പോൾ അങ്ങനെ സ്ട്രൈക്കായിട്ടുള്ളൊരു സ്റ്റോറിന് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് അത് ഞാൻ പറയാൻ പോണത്. അതിലൊരു IDFC ഫസ്റ്റ് ബാങ്ക് എന്നിട്ടൊരു കമ്പനിയുടെ CEO ഉണ്ട്, വി വൈദ്യനാഥൻ. വി വൈദ്യനാഥൻ മുമ്പ് പഠിക്കുന്ന സമയത്ത് വളരെ സ്ട്രഗ്ലിങ് ഉള്ളൊരു ഇതായിരുന്നു, അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇയാൾക്ക് ബിറ്റ്സ് ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു കോഴ്സ് അഡ്മിഷൻ കിട്ടിയിട്ട് പോകാൻ വേണ്ടി പൈസ ഇല്ലാത്തൊരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു സാറാണ് ഒരു 500 രൂപ കൊടുത്ത് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും ലോവർ ലെവലിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നീട് ആള് സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്യുന്നതും അവിടെ നിന്ന് ICICI ബാങ്കിലേക്ക് മാറി അതിൻ്റെ ഡയറക്ടറായിട്ട് മാറി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള NBFC ഫോം ചെയ്യുന്നതും പിന്നീട് IDFC ഫസ്റ്റ് ബാങ്ക് എന്നുള്ള കമ്പനിയുടെ CEO ആയി മാറുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ട്രൈക്കിംഗ് ഒരു തോന്നിയിരുന്ന ഒരു സ്റ്റോറിയാണ് ഈ വി വൈദ്യനാഥൻ്റെ. അങ്ങനെ ഈ കക്ഷി പിന്നീട് ഈ കമ്പനിയുടെ IDFC ഫസ്റ്റ് ബാങ്ക് എന്നിട്ട് ബാങ്ക് ഉണ്ടാക്കി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് CEOs എടുത്തു കഴിഞ്ഞാൽ ഒരാളാണ്. അപ്പോൾ നമ്മളെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഈ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് തന്നെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു ഉഗ്രൻ സ്റ്റോറിനത്. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടപ്പോൾ. പിന്നീട് ഈ സ്റ്റോറിയുടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അധ്യാപകനുണ്ടല്ലോ, 500 രൂപ ബസ് ഫെയർ കൊടുത്ത അധ്യാപകനെ ഇയാൾ 30 വർഷത്തിന് ശേഷം അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി ആൾക്ക് ഈ കമ്പനിയുടെ 1 ലക്ഷം ഷെയർ ഗിഫ്റ്റ് ചെയ്യും ആൾ. അപ്പോൾ ആളുടെ ഒരു മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ CEO ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. ആ ഒരു സ്റ്റോറിയാണെന്ന് കുട്ടികളായിട്ട് ഞാൻ ഷെയർ ചെയ്തത്.